പ്രാണനിൽ ഭാഗം 10. അമ്മേ, അമ്മ എന്തിനാ കന്നേ? മോൾക്ക് വിഷമം വന്നു. അമ്മ ഇനി ഒക്കലും കയ്യല്ലേ? മീനൂട്ടി പാറുവിൻ്റെ കണ്ണുകൾ കുഞ്ഞു കൈയാൽ തുടച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ പാറു സന്തോഷത്തോടെ മോളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് വ്യാസിനെ നോക്കി. ഇവളുടെ അമ്മ ആവാൻ മാത്രം എന്ത് ഭാഗ്യമ വിച്ചേട്ടാ ഞാൻ ചെയ്തേ. സന്തോഷത്തിൽ മാത്രമല്ല, സങ്കടത്തിൽ പോലും എൻ്റെ മോൾ കൂട്ടു നിൽക്കുന്നത് കണ്ടില്ലേ? കണ്ണിൽ മീനൂട്ടിയോടുള്ള സ്നേഹവും വാത്സല്യവും നിറച്ചുകൊണ്ട് പറയുന്നവളെ ഹൃദയവേദനയോടെയായിരുന്നു വ്യാസ് നോക്കിയത്. ഞാൻ എന്താ ശ്രീ നിന്നോട് പറയേണ്ടത്? ഈ പിഞ്ചു കുഞ്ഞിനോട് അവളുടെ അമ്മ ചെയ്തത്, എന്നോട് ചെയ്തത് ഒക്കെയും അറിഞ്ഞാൽ നീ ഇതിനേക്കാളേറെ തകർന്നു പോകും. കാരണം അത്രയ്ക്ക് ഞാനും മോളും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രിയ വേഗം മരണം കൈവരിച്ചതും. എല്ലാം ഈശ്വര നിശ്ചയം, അല്ലാതെ എന്ത്? ഒരു ദീർഘനിശ്വാസത്തോടെ പാറുവിനെയും മോളെയും നോക്കി വ്യാസ് മനസ്സിൽ പറഞ്ഞു. വിച്ചേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? വീണ്ടും പാറുവിൻ്റെ സ്വരം കേട്ടപ്പോഴാണ് വ്യാസ് സ്വബോധത്തിലേക്ക് വന്നത്. ആ, ഒന്നുമില്ല ശ്രീ, ഞാൻ വെറുതെ ഓരോന്നും ഓർത്തിരുന്നതാ. വ്യാസ് അത് പറഞ്ഞപ്പോൾ പാറു അവനെ നോക്കി ചിരിച്ചു. അല്ല, ശരിക്കും എങ്ങനെയാണ് അവളുടെ അമ്മ മരിച്ചത്? എന്താ അവരുടെ പേര്? അതിനെപ്പറ്റിയൊന്നും വിച്ചേട്ടൻ പറഞ്ഞില്ലല്ലോ. അറിയാനുള്ള ആകാംക്ഷയിൽ അവൾ ചോദിച്ചു. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം ശ്രീ. ഒരു കൈ കൊണ്ട് നെറ്റി ഉയിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ തന്നെ അവന് ആ കാര്യം പറയാൻ ഒരു മൂഡ് കിട്ടുന്നില്ല എന്നവൾക്ക് മനസ്സിലായി. ഇതേസമയം പാറുവിൻ്റെ ആഭരണങ്ങളിലും തലയിലെ പൂവുമൊക്കെ പിടിച്ചു നോക്കി കളിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ്. അമ്മയുടെ മോൾ കളിക്കുവാണോടാ? കുഞ്ഞിപ്പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊഞ്ചി ചോദിച്ചപ്പോൾ മീനൂട്ടി പാറുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അച്ചോടാ, അമ്മയും ഇനി മുതൽ മോളെ കൂടെ കളിക്കാട്ടോ, എൻ്റെ പൊന്നു മോൾ. പാറു അതും പറഞ്ഞ് മോളുടെ നെറുകയിൽ ചുംബിച്ചു. അപ്പോഴേക്കും അവർ അമരാവതിയിലേക്ക് എത്തിയിരുന്നു. ആദ്യം വ്യാസും അവനു പിറകിൽ പാറുവും മീനൂട്ടിയും കൂടി വീട്ടിലേക്ക് നടക്കുമ്പോൾ തന്നെ കണ്ടു ഒരു ചെറു പുഞ്ചിരിയോടെ കയ്യിൽ നിലവിളക്കുമായി ഉമ്മറത്ത് നിൽക്കുന്ന ജയന്തിയെ. എന്നാൽ ഈ സമയം അവിടെ ഉമ്മറത്തും അകത്തുമൊക്കെയായി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ കണ്ടപ്പോൾ കുഞ്ഞിപ്പെണ്ണ് വേഗം തന്നെ പാറുവിൽ നിന്നും വ്യാസിൻ്റെ കയ്യിൽ എത്തിയിരുന്നു. അവൻ്റെ തോളിൽ മുഖം ചേർത്ത് കിടന്നുകൊണ്ട് മീനൂട്ടി അവരെ എല്ലാവരെയും കുഞ്ഞിക്കണ്ണും വിടർത്തിക്കൊണ്ട് നോക്കി. വലതുകാൽ വെച്ച് ഐശ്വര്യത്തോടെ കയറി വാ മോളെ. പാറുവിന് നേരെ വിളക്ക് നീട്ടി ജയന്തി പറഞ്ഞപ്പോൾ അവൾ ഒന്ന് വ്യാസിനെ നോക്കി. അത് കണ്ടപ്പോൾ അവൻ അവൾക്കരികിൽ വന്നു നിന്ന് പുഞ്ചിരിയോടെ തലയാട്ടി. പാറു നിറഞ്ഞ സന്തോഷത്തോടെ അതിലുപരി പ്രാർത്ഥനയോടെ ജയന്തിയുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങി വ്യാസിനൊപ്പം അകത്തേക്ക് കടന്നു. പൂജാമുറിയിൽ വിളക്ക് കൊണ്ടുവന്ന ശേഷം പാറു കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൂടെ വ്യാസും ഉണ്ടായിരുന്നു. ഈശ്വര, അങ്ങയോട് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എല്ലാം നല്ലതായി കഴിഞ്ഞു. അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണേ. ദൈവമേ, ആർക്കും ഒരാപത്തും വരുത്തല്ലേ. മനസ്സറിഞ്ഞ് ഭഗവാനോട് അവൾ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പാറുവിനെ കുടുംബക്കാർ വന്നു പൊതിഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ വ്യാസ് ചിരിച്ചുകൊണ്ട് മോളെയും എടുത്ത് മുകളിൽ കയറിപ്പോയി. ആ സമയം കുറേ നേരത്തെ പരിചയപ്പെടലൊക്കെ കാരണം ആകെ ക്ഷീണിച്ചു അവശയായി നിൽക്കുന്ന പാറുവിനെ കൂട്ടി ജയന്തി താഴത്തെ ഒരു മുറിയിലേക്ക് ചെന്നു. ദാ മോളി, ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായി വാ, അപ്പോഴേക്കും ക്ഷീണമൊക്കെ പകുതിയും മാറും. ജയന്തി അത് പറഞ്ഞപ്പോൾ പാറു തലയാട്ടിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്നും ഡ്രസ്സ് വാങ്ങി ഫ്രഷാവാൻ കയറി. അവൾ ഫ്രഷായി പുറത്തിറങ്ങിയപ്പോൾ തന്നെ ജയന്തിയുടെ കയ്യിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മീനുമോൾ അമ്മയെന്ന് വിളിച്ച് അവൾക്ക് മേലെ ചാടിയിരുന്നു. മോൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്താളാം അമ്മേ. മീനുമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാറു പറഞ്ഞപ്പോൾ ജയന്തി നിറഞ്ഞ മനസ്സോടെ പ്ലേറ്റ് അവൾക്ക് നേരെ നീട്ടി. മീനൂട്ടിക്ക് നല്ലോണം വിശന്നതിനാൽ ഒരു കുറുമ്പും കാട്ടാതെ നല്ല കുട്ടിയായി പാറുവിൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ചെറുതായി വാശി പിടിക്കുമ്പോൾ പാറുവും അവൾക്കൊപ്പം കൂടി ഓരോന്നും പറഞ്ഞ് ചിരിയും കളിയുമായി ഭക്ഷണം കഴിപ്പിക്കുന്നതും കൈയും മുഖവുമൊക്കെ തുടച്ചു കൊടുക്കുന്നതുമൊക്കെ അവിടെ കൂടിയിരുന്നവരൊക്കെയും അത്ഭുതത്തോടെയായിരുന്നു കണ്ടത്. കാരണം അപ്പോൾ അവൾ പുതുപ്പെണ്ണായിരുന്നില്ല, മീനൂട്ടിയുടെ സ്വന്തം അമ്മ ആയിരുന്നു. സ്വന്തം അമ്മ പോലും മോളെ എത്രയധികം സ്നേഹിക്കില്ല എന്ന് ആ കുറഞ്ഞ നിമിഷം കൊണ്ട് തന്നെ അവർക്ക് തോന്നിപ്പോയി. എടി ജയന്തി, ശരിക്കും ഇപ്പോഴാണ് അമരാവതിക്ക് ചേർന്ന ഒരു മരുമകൾ വന്നത്. എല്ലാം നിന്റെ മോൻ്റെയും ആ കുഞ്ഞിൻ്റെയും ഭാഗ്യം, കൂട്ടത്തിലെ ഒരു സ്ത്രീ ജയന്തിയോട് പറഞ്ഞു. അത് നീ പറഞ്ഞത് വളരെ ശരിയാണ്. ആ കുഞ്ഞിനെ അവൾ നോക്കുന്നത് കണ്ടില്ലേ? ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ആരെങ്കിലും ചെയ്യുന്നതാണോ ഇതൊക്കെ? മറ്റൊരു സ്ത്രീ. ഇവരുടെയൊക്കെ സംസാരം കേട്ട് ജയന്തി ചിരിയോടെ നിന്നു. അപ്പോൾ അവരുടെ മനസ്സും വളരെ സന്തോഷത്തിലായിരുന്നു. ഇതേസമയം വ്യാസ് മുകളിൽ തൻ്റെ മുറിയിൽ പ്രിയയുടെ ഫോട്ടോ നോക്കിയിരിക്കുകയായിരുന്നു. പ്രിയ, ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടാണോ നിന്നെ വെറുക്കാനോ മറക്കാനോ എനിക്കാവാത്തത്? നീ എന്നെ ചതിച്ചു എന്ന് അറിഞ്ഞപ്പോൾ പോലും എനിക്ക് നിന്നെ വെറുക്കാനായില്ലല്ലോ.
കാരണം അത്രമേൽ വ്യാസ്ദേവ് അവൻ്റെ പ്രിയയെ സ്നേഹിച്ചിരുന്നു. നീ കാണുന്നില്ലേ പ്രിയ, ശ്രീക്കൊപ്പം നിന്റെ മോൾ എന്ത് സന്തോഷത്തിലാണെന്ന്. ശ്രീയും മീനൂട്ടിയും തമ്മിലുള്ള ബോണ്ട് അതെനിക്ക് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. എന്തൊരടുപ്പമാണ് അവർ തമ്മിൽ. മാത്രമല്ല ശ്രീയും എന്നെ ഫ്രണ്ടായി കാണാമെന്ന് സമ്മതിച്ചത് കൊണ്ടാണല്ലോ അവളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂട്ടിയത്. ഒരിക്കലും ശ്രീയെ എനിക്ക് മനസ്സറിഞ്ഞ് സ്നേഹിക്കാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയ. കാരണം എൻ്റെ മനസ്സ് നിന്നെ ചുറ്റിപ്പറ്റിയാണല്ലോ. എന്തായാലും ഇന്ന് തന്നെ ശ്രീയോട് നിന്നെപ്പറ്റി പറയണം. അവൾ അറിയണമെല്ലാം. മീനൂട്ടി എൻ്റെ കുഞ്ഞല്ല എന്ന സത്യം അറിഞ്ഞാൽ ശ്രീക്ക് അവളോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ പ്രിയ? എൻ്റെ കുഞ്ഞിനെ അവൾ വെറുക്കുമോ, അകറ്റി നിർത്തുമോ? എന്തുകൊണ്ടോ അങ്ങനെയൊന്നും അവൾ ചെയ്യില്ല എന്നെനിക്ക് തോന്നുന്നു. എല്ലാം വരും പോലെ വരട്ടെ. അതും പറഞ്ഞുകൊണ്ടവൻ ഫോട്ടോ എടുത്ത് അലമാരിയിൽ വെച്ച ശേഷം ബെഡിൽ ചെന്നിരുന്നു. പ്രിയയുടെ ഓർമ്മയ്ക്കായി അവനിൽ ആകെയുള്ളത് ആ ഫോട്ടോ മാത്രമായിരുന്നു. ബാക്കിയൊക്കെയും അന്ന് തന്നെ ദേഷ്യത്തിൽ ജയന്തി എറിഞ്ഞുടക്കുകയും കത്തിക്കുകയും ചെയ്തിരുന്നു. അന്നൊക്കെ മനസ്സ് മരവിച്ച അവസ്ഥ ആയതിനാൽ താനും എതിർത്തിരുന്നില്ല എന്നവൻ ഓർത്തു. പതിയെ ബെഡിൽ കിടന്നുകൊണ്ടവൻ ഓരോന്നും ഓർത്ത് മയങ്ങിപ്പോയി. ഇതേ സമയം ലക്ഷ്മി ഭവനത്തിൽ പാറു പോയതോടുകൂടി വല്ലാത്തൊരു ശൂന്യത വന്നു നിറയും പോലെ ശോഭയ്ക്കും മാധവനും തോന്നി. സൂര്യ ആണേൽ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിനോ അല്ലാതെ പുറത്തും ഇറങ്ങിയിരുന്നില്ല. എല്ലാം കൊണ്ടും പാറുവിനെ ഓർത്ത് ആ അച്ഛനും അമ്മയും ആ ഇരിപ്പ് തുടർന്നു. മോൾ പോയപ്പോൾ വല്ലാത്തൊരു നിശബ്ദത അല്ലേടോ? ഫോണിൽ ഇന്നെടുത്ത ഫോട്ടോ ഒക്കെ നോക്കിക്കൊണ്ട് മാധവൻ പറഞ്ഞു. അത് ശരിയാ മാധവേട്ടാ. മനസ്സ് നിറഞ്ഞൊന്ന് സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴേക്കും മോൾ പോയി. പക്ഷെ അവിടെ അവൾ സന്തോഷവതിയായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ദേവ്മോൻ അവളെ പൊന്നു പോലെ നോക്കും. ശോഭ അത് പറഞ്ഞപ്പോൾ മാധവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. എവിടെയായാലും എൻ്റെ മോൾ സന്തോഷമായി ഇരുന്നാൽ മതി എനിക്ക്. അത് പറയുമ്പോൾ വാത്സല്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇതേ സമയം ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കവേ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും കോൾ വരുന്നത് കണ്ട സൂര്യ ഒന്ന് സംശയിച്ചു. ആദ്യം എടുത്തില്ലെങ്കിലും തുടർച്ചയായി 2 തവണ കൂടി വിളിച്ചപ്പോൾ അലോസരത്തോടെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാ? ഇത് ഞാനാടി അഹങ്കാരി. അവൾ ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറുവശത്ത് നിന്നും അർജുൻ്റെ കുസൃതിയോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ സൂര്യ ഒന്ന് ഞെട്ടിക്കൊണ്ട് ഫോൺ നോക്കി. താനോ? തനിക്കെങ്ങനെ എൻ്റെ നമ്പർ കിട്ടിയത്? അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചു. നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്ന മുത്തേ? സേട്ടൻ കളി തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. ഓ, ഒരു സേട്ടൻ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മേലാൽ എന്നെ വിളിച്ചു പോകരുത്, കേട്ടല്ലോ? താൻ ആരാടോ എന്നെ വിളിക്കാൻ? ഡി ഒരുപാടങ്ങ് പറഞ്ഞു പോകല്ലേ. അധികം കളിക്കാൻ നിന്നാൽ ഇപ്പോൾ തന്നെ പിടിച്ച പിടിയാലെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും ഞാൻ. കേട്ടോടി അഹങ്കാരി. അവളെ ചൊടിപ്പിക്കാൻ എന്നോണം അർജുൻ പറഞ്ഞപ്പോൾ മറുവശത്ത് നിന്നും സൂര്യ പല്ല് കടിച്ചു. വെച്ചിട്ട് പോടാ. ഓക്കെ, ഇന്നേക്ക് ഇത്രയും മതി. ബാക്കി നാളെ. ഇപ്പോൾ എൻ്റെ മുത്ത് പോയി ചാച്ചിക്കോട്ടോ. ബായ്, ലവ് യു. അത്രയും പറഞ്ഞ് അവൾ തിരിച്ചു പറയുന്നതിന് മുമ്പേ അർജുൻ കോൾ കട്ട് ചെയ്തിരുന്നു. അവനിൽ നിന്നും അതുകൂടെ കേട്ടപ്പോൾ കലി കയറിയ സൂര്യ കയ്യിലെ ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. ക്ഷണിക്കപ്പെട്ട ബന്ധുക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പാറുവിനെ ഒന്ന് നോക്കി ഉറങ്ങുന്ന മോളെയും എടുത്തുകൊണ്ട് വ്യാസ് മുകളിൽ റൂമിലേക്ക് പോയി. കുറച്ചു മുന്നേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റതായിരുന്നു അവൻ. അങ്ങനെ എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ജയന്തി പാറുവിനെ കൂട്ടി മുറിയിൽ ചെന്ന് അവൾക്ക് നല്ലൊരു സെറ്റ് സാരി ഉടുത്തു കൊടുത്തു. മുടിയിൽ മുല്ലപ്പൂവും ചൂടിക്കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഒരു ഗ്ലാസ് പാൽ കൂടി അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവളെ വ്യാസിൻ്റെ മുറിയിൽ കൊണ്ടു ചെന്നാക്കി. ഇതേ സമയം പാറു ആണേൽ കൈയും കാലും വിറച്ച് ആകെ ഒരു അവസ്ഥയിലായിരുന്നു. വാതിൽപ്പടിയിൽ കൊണ്ടാക്കി ജയന്തി തിരിച്ചു പോയപ്പോൾ പതിയെ പാൽ ഗ്ലാസ് മുറുകെ പിടിച്ചു അകത്തേക്ക് കയറിയ പാറു കാണുന്നത് ബേബി ബെഡിൽ മോളെ പതിയെ കിടത്തുന്ന വ്യാസിനെയാണ്. അവളെ കണ്ടപ്പോൾ അവനൊന്ന് ചിരിച്ചുകൊണ്ട് മോൾക്കരികിൽ ഒരു കുഞ്ഞു പില്ലോ എടുത്തു വെച്ചു കൊടുത്തു. ആഹാ, മുല്ലപ്പൂവും സെറ്റ് സാരിയും ഒക്കെ എടുത്ത് നീ എന്താ സിനിമയ്ക്ക് പോകുവാണോ ശ്രീ? എന്തായാലും നല്ല മൊഞ്ചുണ്ട് കാണാൻ. വ്യാസ് അത് പറഞ്ഞപ്പോൾ അതുവരെയുള്ള പേടിയും വെപ്രളവും ഒക്കെ പോയി. പാറു അവനെ കൂർപ്പിച്ചു നോക്കി. ഞാനും ഉറങ്ങാൻ തന്നെയാണ് പോകുന്നത്. ഇതൊക്കെ അമ്മയുടെ പണിയാണ്. വേണ്ട എന്ന് ഞാനെങ്ങനെയാ പറയുക? കീച്ചുണ്ട് മലർത്തിക്കൊണ്ടുള്ള അവളുടെ സംസാരം കേട്ടപ്പോൾ ഒരു വേള വ്യാസിൻ്റെ മിഴികൾ ആ ചോരച്ചുണ്ടിലേക്ക് പതിഞ്ഞെങ്കിലും പെടുന്നനെ എന്തോ ഓർത്ത പോലെ അവൻ നോട്ടം മാറ്റി. എൻ്റെ ശ്രീ, അമ്മ അങ്ങനെ പലതും പറയുകയും ചെയ്യുകയും ഒക്കെ ഉണ്ടാകും. എന്തായാലും ഇങ്ങനെ ഉറങ്ങാൻ നിൽക്കേണ്ട. നീ ആദ്യം പോയി ഈ വേഷം ഒന്ന് മാറ്റിവാ. സൗമ്യമായി വ്യാസ് പറഞ്ഞപ്പോൾ പാറു വേഗം ഷെൽഫിൽ നിന്നും ഒരു സാരി എടുത്ത് ഡ്രസ്സിംഗ് റൂമിൽ കയറി. ഒരു നിമിഷം അവൾ പോകുന്നത് നോക്കി നിന്ന് അവൻ ബെഡിൽ കയറി കിടന്ന് ആലോചിക്കാൻ തുടങ്ങി. ആദ്യ ദിവസം തന്നെ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞാൽ അത് പാറുവിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് അവന് തോന്നി. അതുകൊണ്ട് തന്നെ പിന്നെ പതിയെ അവളെ പറഞ്ഞു മനസ്സിലാക്കാമെന്നവൻ കരുതി. അങ്ങനെ അവൻ്റെ ചിന്ത നീണ്ടുപോകവേ ഡോർ തുറന്ന് പാറുവും പുറത്തേക്കിറങ്ങി. അവൾ ഒരു നിമിഷം ബെഡിൽ കിടക്കുന്ന അവനെ നോക്കി, പിന്നെ അവിടെ ഇട്ടിരിക്കുന്ന സോഫയും. അതെ, ഈ സിനിമയിലും സീരിയലിലും കാണുന്ന പോലെ ഒരാൾ ബെഡിലും ഒരാൾ സോഫയിലുമുള്ള കിടത്തമൊന്നും ഇവിടെ പറ്റില്ല. വേണേൽ വന്ന് ഈ ഭാഗം കിടന്നോ.
ഞാൻ എന്തായാലും ഒന്നും ചെയ്യാൻ പോണില്ല. അതുപോലെ തിരിച്ച് എന്നെയും ഒന്നും ചെയ്യാതിരുന്നാൽ മതി. കുറുമ്പോടെ മീശ പിരിച്ചുകൊണ്ട് അവൻ പറയുന്നത് കേട്ടപ്പോൾ ബെഡിൽ കിടക്കുന്ന പില്ലോ എടുത്തുകൊണ്ട് അവനെ എറിഞ്ഞു കൊണ്ടവൾ മീനുട്ടി കിടക്കുന്ന ഭാഗം പോയി കിടന്നു. ഒന്നും ചെയ്യാത്ത ഒരാളും ദേ രാവിലെ എങ്ങാനും എൻ്റെ അടുത്ത് വന്ന് കിടന്നാൽ ബാക്കി അപ്പോൾ പറഞ്ഞു തരാം. ചുണ്ടു കൂർപ്പിച്ചു വെച്ച് അവനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ടവൾ തിരിഞ്ഞു കിടന്നു. അവളുടെ കുറുമ്പുകൾ ആസ്വദിച്ചുകൊണ്ട് അവനും മറു സൈഡിൽ കണ്ണുകൾ അടച്ചു കിടന്നു. രണ്ടുപേരും നന്നായി ക്ഷീണിച്ചതിനാൽ കിടന്ന ഉടനെ തന്നെ രണ്ടും ഉറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ജോഗിങ്ങിന് വേണ്ടി എഴുന്നേറ്റപ്പോഴാണ് വ്യാസിന് തൻ്റെ നെഞ്ചിൽ ഒരു ഭാരം പോലെ തോന്നിയത്. ഞെട്ടിക്കൊണ്ട് താഴെ നോക്കി അവൻ കാണുന്നത് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് അവനെയും ചേർത്ത് പിടിച്ചു കിടന്നുറങ്ങുന്ന പാറുവിനെയാണ്. ഉറക്കിനിടയിൽ എപ്പോഴോ അവൻ്റെ കൈകളും അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൻ പുഞ്ചിരിയോടെ പതിയെ അവളെ ഉണർത്താതെ മാറ്റി കിടത്തി. ഓ, ഒന്നും അറിയാതെ കിടക്കുന്ന നോക്കിയേ. ഇപ്പോൾ എങ്ങാനും ഉണർന്നെങ്കിൽ എല്ലാ കുറ്റവും എൻ്റെ തലയിൽ കെട്ടിവെച്ചേനെ കുറുമ്പിപ്പെണ്ണ്. അവളെ നോക്കി നിൽക്കെ വ്യാസ് മനസ്സിൽ പറഞ്ഞു. ശേഷം അവൾക്ക് നന്നായി പുതപ്പിച്ചു കൊടുത്ത് ബേബി ബെഡിൽ നിന്നും പതിയെ മീനുമോളെ എടുത്ത് അവളുടെ നെഞ്ചോരം കൊണ്ട് കിടത്തി അവൻ ജോഗിങ്ങിന് വേണ്ടി പോയി. അപ്പോൾ പാറുവിൻ്റെ സാമീപ്യം അറിഞ്ഞ പോലെ ആ കുഞ്ഞ് അവളുടെ മാറിലേക്ക് മുഖം അമർത്തി വെച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം ആ വീട്ടിലെ മറ്റൊരു മുറിയിൽ രാവിലെ തന്നെ സൂര്യയുടെ വായിൽ നിന്നും രണ്ട് കേൾക്കാൻ വേണ്ടി അവളെ വിളിക്കുന്ന തിരക്കിലായിരുന്നു നമ്മുടെ അജൂട്ടൻ. പൊട്ടൻ, എത്ര കിട്ടിയാലും പഠിക്കൂല എന്നേ.